ഓം ശരവണ ഭവ. എല്ലാവർക്കും കാർത്തികേയം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് ഇന്നത്തെ ദിവസം വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ളൊരു ദിവസമാണ്. ഇന്ന് നമ്മുടെ വീട്ടിൽ ഏറ്റവും കുറഞ്ഞത് ഒരു 3 മണിക്കൂറെങ്കിലും കെടാവിളക്ക് കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കുന്നത് നമുക്ക് പിതൃശാപങ്ങളിൽ നിന്നും മുൻജന്മശാപങ്ങളിൽ നിന്നും ദേവശാപങ്ങളിൽ നിന്നുമൊക്കെ ഒരു മാറ്റം തരും. അത്രമാത്രം പവർഫുൾ ആയിട്ടുള്ളൊരു ദിവസം. ഒപ്പം തന്നെ അഭിജിത്ത് നക്ഷത്രം, ജൂലൈ മാസത്തിൽ വരുന്ന അഭിജിത്ത് നക്ഷത്ര തീയതിയും കൂടിയിട്ട് ഞാൻ പറയുന്നുണ്ട്. ജൂലൈ 2 വ്യാഴാഴ്ചയാണ് ജൂലൈ മാസത്തിലെ അഭിജിത്ത് നക്ഷത്രം വരുന്നത്. നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. അതിനു മുൻപ് ഇന്നലെ ഞാൻ ഒരു തിരുപ്പുകൾ ഇട്ടിരുന്നു. ഭഗവാൻ മുരുകൻ്റെ ഒരു തിരുപ്പുകൾ. വീടിന് വേണ്ടിയിട്ട്, ഭൂമി മേടിക്കാൻ വേണ്ടിയിട്ട്, ഭൂമി വിൽക്കാൻ വേണ്ടിയിട്ട്, കോർട്ട് കേസ്, നിയമ തടസ്സം, അങ്ങനെയുള്ള എന്തൊരു കാര്യത്തിനും വിശ്വാസപൂർവ്വം നമുക്ക് ചൊല്ലാൻ പറ്റുന്ന ഒന്നാണ് ഈ ഒരു തിരുപ്പുകൾ എന്ന് പറയുന്നത്. അപ്പം ഒരുപാട് പേര് ആദ്യത്തെ തിരുപ്പുകളിൻ്റെ ലിങ്ക് തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാനത് ചോദിച്ചവർക്കൊക്കെ തന്നേക്കാം. അതേപോലെ തന്നെ കുറച്ച് പേരുടെ സംശയം നോൺ വെജ് കഴിക്കാമോ, കുളിക്കാതെ ചൊല്ലാമോ എന്നുള്ളതൊക്കെയാണ്. ഭഗവാൻ മുരുകന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊരു കാര്യം ചെയ്യുമ്പോഴും നോൺ വെജ് അവോയ്ഡ് ചെയ്തുകൊണ്ട് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇന്നലെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നു, തിരുപ്പുകൾ ചൊല്ലാൻ റെസ്ട്രിക്ഷൻസ് ഒന്നും വേണ്ട, ഏതൊരു സമയത്തും ചൊല്ലാമെന്നുള്ളത്. സ്കന്ദഷഷ്ഠി കവചം, വേൽമാറൽ, ഇതൊക്കെ നമുക്ക് യാതൊരുവിധ റെസ്ട്രിക്ഷൻസും ഇല്ലാതെ ജപിക്കാൻ പറ്റുന്നത് തന്നെയാണ്. തിരുപ്പുകഴും അതുപോലെ തന്നെയാണ്. പീരിയഡ്സോ പുലയോ വാലായ്മയോ ഒന്നും നോക്കാതെ ഷഷ്ഠി കവചമാണെങ്കിലും വേൽമാറലാണെങ്കിലും തിരുപ്പുകഴാണെങ്കിലും നമുക്ക് ചൊല്ലാം. പക്ഷേ നമ്മളൊരു സങ്കല്പം എടുത്ത് നമ്മുടെ ഒരു ആഗ്രഹത്തിന് വേണ്ടി ജപിക്കുമ്പം തീർച്ചയായിട്ടും നമ്മൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞിരുന്നു, നിങ്ങൾക്ക് അത് ജപിക്കുമ്പം നോൺ വെജ് കഴിക്കുന്നവരാണെങ്കിൽ ചൊല്ലിയിട്ട് നോൺ വെജ് കഴിച്ചോളൂ, ഒരു കുഴപ്പവുമില്ല. പക്ഷേ പിറ്റേ ദിവസം നമ്മൾ തല നനയ്ക്കാതെ ഈ ഒരു മന്ത്രം വീണ്ടും ചൊല്ലരുത്. കാരണം ഭഗവാന് മുൻപ് ഒരു ദീപം കൊളുത്തി വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു തിരുപ്പുകഴ് ചൊല്ലുന്നത്. അപ്പം നോൺ വെജ് അവോയ്ഡ് ചെയ്തുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ത്യാഗം സഹിച്ചുകൊണ്ട് ഭഗവാന് മുൻപിൽ ഈ മന്ത്രം ചൊല്ലുമ്പം അതിനുള്ള ഫലം വളരെ പെട്ടെന്ന് തന്നെ കിട്ടും. അപ്പോൾ ഇന്നലെ ഒരു കമൻറ്റ് വന്നിരുന്നതിൻ്റെ പേരിൽ മാത്രമാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞത്. നോൺ വെജ് അവോയ്ഡ് ചെയ്തോ ചെയ്യാതെയോ ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടം പോലെ ഇത് ജപിക്കാവുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് നോൺ വെജ് കഴിക്കുന്നതാണോ, നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണമാണോ വലുത് എന്നുള്ളത് അവനവൻ തന്നെ ആലോചിച്ചിട്ട് തീരുമാനം എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. നമ്മുടെ ജീവിതത്തിലെ ഒരു കാര്യം നമുക്ക് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഒരു ത്യാഗം നമ്മൾ ചെയ്തിരിക്കണം. കാശിയിൽ പോകുന്നവരൊക്കെ കേട്ടിട്ടില്ലേ? കാശിയിൽ പോകുന്നവർ അവരുടെ പ്രിയമുള്ളത് എന്തെങ്കിലും ഒന്ന് അവിടെ ഉപേക്ഷിച്ചിട്ടാണ് തിരിച്ചു വരിക എന്നുള്ളത്. അതിലൊരു പ്രധാനപ്പെട്ട സത്യവുമുള്ളതാണ്. അതുകൊണ്ട് തന്നെ തിരുപ്പുകഴ് ചൊല്ലുന്നത് വെറുതെ എല്ലാ ദിവസവും ചൊല്ലുന്നവരാണെങ്കിൽ നിങ്ങൾ എങ്ങനെ വേണമെങ്കിലും ജപിച്ചുള്ളൂ. പക്ഷേ 21-48 ദിവസത്തെ ഭഗവാൻ ഒരു സങ്കല്പം പോലെ എടുത്തിട്ട് നമ്മൾ ഈ ഷഷ്ഠി കവചമാണെങ്കിലും വേൽമാറലാണെങ്കിലും ഈ ഒരു തിരുപ്പുകഴാണെങ്കിലും ഈവൻ ഭഗവാന് മുൻപിൽ നമ്മളൊരു വെറ്റില ദീപം കൊളുത്തുന്നതാണെങ്കിൽ പോലും അതിൻ്റേതായുള്ള ശുദ്ധി പാലിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. ഇനി നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോകാം. എന്താണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്നുള്ളത് ഒരുപാട് പേര് ചിന്തിക്കുന്നുണ്ടാവും. ഇന്ന് കറുത്ത പക്ഷത്തിലെ പ്രഥമ തിഥിയാണ്. കറുത്ത പക്ഷത്തിലെ പ്രഥമ തിഥി ചൊവ്വാഴ്ചയോട് കൂടി വരുന്നത് അങ്കാരക പകുളം എന്നാണ് അറിയപ്പെടുന്നത്. ചൊവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്കാരകനാണ്. അങ്കാരകൻ, അതേപോലെ തന്നെ പകുളം എന്ന് പറയുന്നത് കറുത്ത പക്ഷത്തിൽ വരുന്ന പ്രഥമ തിഥിയെയാണ് നമ്മൾ പകുളം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ദിവസം അങ്കാരക പകുളം എന്നറിയപ്പെടുന്ന ദിവസമാണ്. അഗ്നിദേവന് വളരെയധികം പ്രിയപ്പെട്ട ഈ ഒരു ദിവസം ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ നമ്മുടെ വീട്ടിൽ, അതിപ്പം പൂജാമുറിയിലോ ഹോളിലോ എവിടെയാണെങ്കിലും കിച്ചണിലോ എവിടെയും ആയിക്കൊള്ളട്ടെ, കിടാവിളക്കായിട്ട് നമ്മൾ 3 മണിക്കൂർ കൊളുത്തി വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഉള്ള എല്ലാ നെഗറ്റിവിറ്റിയും മാറും. ഓരോ ദിവസത്തിലും ഓരോ ഹോരയ്ക്കും ഓരോ ദൈവങ്ങളുണ്ട്. അപ്പം നിങ്ങൾ കൊളുത്തി വെക്കുന്ന ദീപത്തിൻ്റെ ആ ഒരു ഹോരയ്ക്കനുസരിച്ച്, ആ ഒരു കാലത്തിനനുസരിച്ചുള്ള ദേവഗണങ്ങളുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നതാണ്. അവരൊക്കെ നമ്മുടെ വീട്ടിലോട്ട് ഈ ഒരു ദീപത്തിൻ്റെ ഐശ്വര്യം കൊണ്ട് ആകർഷിക്കപ്പെടും. അതുകൊണ്ട് തന്നെ ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ, നിങ്ങളിപ്പം ഇന്ന് ഈ വീഡിയോ കാണുന്ന ഈ സമയം മുതൽ ഇന്ന് രാത്രി ഒരു 10 മണിക്ക് മുൻപായിട്ട് ഏതൊരു സമയത്തും നമുക്ക് ഈ ഒരു ദീപം നമ്മുടെ വീട്ടിൽ കൊളുത്തി വെക്കാം. പൂജാമുറിയിൽ കൊളുത്തി വെക്കാം, വീട്ടിലെ ഹോളിൽ കൊളുത്തി വെക്കാം. നമ്മുടെ വീടിൻ്റെ ബ്രഹ്മസ്ഥാനം എന്നറിയപ്പെടുന്ന സെൻറ്റർ പോയിൻ്റ് ഉണ്ട്, ഊർജത്തിൻ്റെ പ്രവാഹ കേന്ദ്രം. അവിടെ നമുക്ക് കൊളുത്തി വെക്കാം. വടക്ക് കിഴക്ക് കോർണറിൽ കൊളുത്താം, തെക്ക് കിഴക്ക് കോർണറിൽ
കിഴക്കോട്ട് ഫേസ് ചെയ്ത് കൊളുത്തി വെക്കാം. ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങളിത് കൊളുത്തി വെക്കും. ഇപ്പോൾ ഒരുപാട് പേര് ജോലിയൊക്കെ പോകുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ കൊളുത്താൻ പറ്റിയില്ലെങ്കിലും വൈകിട്ട് വന്നു കഴിയുമ്പോൾ നിങ്ങൾ കൊളുത്തി വെച്ചാൽ മതിയാവും. ഏറ്റവും കുറഞ്ഞത് 3 മണിക്കൂർ, ഏറ്റവും കൂടിയ ഒരു കണക്ക് പ്രകാരം രാവിലെ 6 മണി മുതൽ വൈകിട്ട് 6 മണി വരെ കറക്റ്റ് ആ ഒരു 12 മണിക്കൂർ സമയം നമുക്ക് കൊളുത്തി വെക്കാൻ പറ്റിയാൽ വളരെ ഓസ്പീഷ്യസ് ആണ്. നമുക്ക് ഇനി എന്നാണ് ഇങ്ങനെയൊരു ചൊവ്വാഴ്ചയും പ്രഥമ തിഥിയും കറുത്ത പക്ഷത്തിൽ വരുന്നതെന്ന് പറയാൻ പറ്റില്ല. അതുമാത്രവുമല്ല, അഗ്നി ഭഗവാൻ നമ്മളെ കനിഞ്ഞനുഗ്രഹിക്കും നമ്മൾ ഇങ്ങനെ ഒരു ദീപം കൊളുത്തി വെച്ചാൽ. അതുമാത്രവുമല്ല, ദേവഗണം, പിതൃഗണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഇപ്പം നിലവിളക്കുകളും പ്രാർത്ഥനകളും ഒന്നും സമയത്ത് ചെയ്യാൻ പറ്റാത്തവർക്ക് അതൊരു കടമാണ്. അതേപോലെ നമ്മുടെ മൺമറഞ്ഞു പോയ പിതൃക്കന്മാർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ മാസത്തിലോ വർഷത്തിലോ കൊടുക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതും ഒരു കടമാണ്. അതൊക്കെ നമുക്ക് ദോഷമായിട്ട് വന്ന് ഭവിക്കും. അപ്പം ആ കടങ്ങളൊക്കെ നമുക്ക് വീട്ടാൻ പറ്റുന്ന ദിവസമാണ് ഈ ഒരു ദിവസം എന്ന് പറയുന്നത്. അപ്പം ഇന്ന്, അതായത് ജൂൺ 30 ചൊവ്വാഴ്ച, എപ്പോഴാണോ നമുക്ക് സമയം കിട്ടുന്നത്, പ്രത്യേകിച്ച് ഒരു ഡേറ്റിയുടെ ആവശ്യമൊന്നുമില്ല. അതായത് ഇന്ന ഈശ്വരന് മുൻപിൽ കൊളുത്തണമെന്നൊന്നുമില്ല. നമ്മൾ ആ കൊളുത്തുന്നത് സർവ്വ ദൈവങ്ങളെയും പ്രതിദാനം ചെയ്തുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക്, ഞാൻ പറഞ്ഞതുപോലെ ഈ ഒരു പ്ലേസിൽ ഞാൻ പറഞ്ഞ കുറേ സ്ഥലങ്ങളുണ്ടല്ലോ, ആ ഒരു ദിശകളിൽ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് അഗ്നി ഭഗവാനെ മനസ്സിൽ സ്മരിച്ചുകൊണ്ട് ഈ ഒരു ദീപം കൊളുത്തി വെക്കാം. പക്ഷെ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം, 3 മണിക്കൂറൊക്കെയാണ് കൊളുത്തുന്നത് എന്നുണ്ടെങ്കിൽ ദീപം ഇടയ്ക്ക് വെച്ച് അണഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ വീട് പൂട്ടിയിട്ട് വീട്ടിൽ ആരുമില്ലാതെ പോവാനും പാടില്ല. കാരണം ദേവതാ സാന്നിധ്യം ആ സമയത്ത് നമ്മുടെ വീട്ടിലുണ്ടാകും. അതുകൊണ്ട് തന്നെ വീട് പൂട്ടിയിട്ടിട്ട് നമ്മൾ പോവരുത്. അത് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അതിനുശേഷം 4 പ്രാവശ്യം ആ ദീപം നിങ്ങൾ എപ്പോൾ കൊളുത്തിയാലും കൊളുത്തി കഴിഞ്ഞ ഉടനെ തന്നെ പൂവുണ്ടെങ്കിൽ ഒരു പൂവ് ആ വിളക്കിനടുത്തായിട്ട് സമർപ്പിച്ചിട്ട് സർവമംഗളമാംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രംബകേ ഗൗരി നാരായണീ നമോസ്തുതേ, ഈ ഒരു മന്ത്രം 4 പ്രാവശ്യം ജപിക്കുകയും കൂടി വേണം. അതുമാത്രം നിങ്ങൾ ചെയ്താൽ മതിയാകും. വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള, വളരെ വളരെ പവർഫുൾ ആയിട്ടുള്ള അങ്കാരക പകുളം എന്നറിയപ്പെടുന്ന ഈ ദിവസത്തെ ആരും തന്നെ മിസ് ചെയ്യരുത്. ഇനി നമുക്ക് ഈ ഒരു ജൂലൈ മാസത്തിലെ അഭിജിത്ത് നക്ഷത്ര സമയം നമുക്കറിയാം. ഉത്രാടം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 12 മിനിറ്റും അതേപോലെ തന്നെ തിരുവോണം നക്ഷത്രത്തിൻ്റെ തുടക്കത്തിലെ 12 മിനിറ്റും ചേരുന്ന വളരെ വളരെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ദിവസമാണ് ഈ ഒരു അഭിജിത്ത് നക്ഷത്രം എന്ന് പറയുന്നത്. അഭിജിത്ത് നക്ഷത്രം എന്താണെന്ന് എല്ലാവർക്കും അറിയാം, നമ്മൾ എല്ലാ മാസവും പറയുന്നതാണ്. അതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. ഈ പ്രാവശ്യം ജൂലൈ മാസത്തിൻ്റെ തുടക്കത്തിൽ 2-ാം തീയതി വ്യാഴാഴ്ചയോട് കൂടി ചേർന്നാണ് അഭിജിത്ത് നക്ഷത്രം വന്നിരിക്കുന്നത്. അഭിജിത്ത് നക്ഷത്രം കംപ്ലീറ്റ്ലി ചേർന്നിരിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണു കൃഷ്ണനുമായിട്ടാണ്. അതുകൊണ്ട് തന്നെ വ്യാഴം എന്ന് പറയുന്നത് സാക്ഷാൽ ഭഗവാനുമായിട്ട്, ഗുരു ഭഗവാനുമായിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ദിവസം കൂടിയിട്ടാണ്. സോ അന്ന് വരുന്ന ആ ഒരു അഭിജിത്ത് നക്ഷത്രത്തെ ആരും തന്നെ മിസ് ചെയ്യാനായിട്ട് പാടില്ല. പീരിയഡ്സ്, പുലാവാലായ്മ, ദീപം കൊളുത്തി വെച്ച് പ്രാർത്ഥിക്കാനായിട്ട് സാധിക്കില്ല. അങ്ങനെയുള്ളവർ ആ ഒരു 24 മിനിറ്റ് സമയം നിങ്ങൾ എവിടെയാണോ ഇരിക്കുന്നത് അവിടെ ഇരുന്ന് നിങ്ങളുടെ ആഗ്രഹം ഭഗവാനോട് പറഞ്ഞ് നിങ്ങൾ ഈ ഒരു അഭിജിത്ത് സ്തുതി 3 പ്രാവശ്യം ജപിക്കുക. ശേഷം ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം മനസ്സിൽ ചൊല്ലിയാൽ മതിയാവും. വീട്ടിലാണ് നിങ്ങൾക്ക് ആ സമയത്ത് ദീപം കൊളുത്താനൊക്കെ പറ്റും എന്നുള്ളവർ പൂജാമുറിയിലോ ഹോളിലോ നെയ്യൊഴിച്ച് 2 മൺവിളക്ക് കൊളുത്തുക. കിഴക്കോട്ടായിരിക്കണം അതിൻ്റെ ദർശനം വരേണ്ടത്. അതിനുശേഷം അതിനു ചുറ്റും പൂക്കളുണ്ടെങ്കിൽ അതൊക്കെ കൊണ്ട് അലങ്കരിച്ച് ആ ദീപത്തിന് മുൻപിലിരുന്ന് നടന്നു കിട്ടേണ്ടുന്ന ആഗ്രഹം ആദ്യം ഭഗവാനോട് പറയുക. അതിനുശേഷം ഇപ്പോൾ നടന്നു കിട്ടുന്ന ആഗ്രഹം പറയുമ്പം ആ ഒരു മാസം നമുക്ക് എന്താണോ ജൂലൈ മാസത്തിൽ അച്ചീവ് ചെയ്യേണ്ടത് അത് പറയാം. അങ്ങനെയല്ല, ഒരു വീട്, വാഹനം, ജോലി, വിവാഹം ഇതുപോലെയുള്ള കാര്യങ്ങളാണെങ്കിൽ എല്ലാ മാസവും അഭിജിത്ത് നക്ഷത്രം വരുമ്പോൾ നമുക്ക് അതേ കാര്യം തന്നെ ഭഗവാനോട് പറഞ്ഞാൽ മതിയാവും. അതിനുശേഷം ദീപം കൊളുത്തി അതിന് മുൻപിലിരുന്ന് ആഗ്രഹം പറയുന്നു. ശേഷം നമ്മൾ അഭിജിത്ത് സ്തുതി, അഭിജിതാഗമാന്തുതിര അഭിജിതാംബര നക്ഷത്രാനാം നാഥതീയ ജ്യോതിനാം നളഗംഗാധരഭവധാരണ ശിവസ്യ വിഷ്ണുമേധിനാം ഭവതബലാംശുത പരിപാലയ ശരണാഗത പാഹിമ. ഇതാണ് അഭിജിത്ത് സ്തുതി. ഇത് നമ്മൾ 3 പ്രാവശ്യം ജപിക്കുന്നു. അതിനുശേഷം ആ 24 മിനിറ്റ് തീരുന്നത് വരെ നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം, ഇത് 3 പ്രാവശ്യം ചൊല്ലിയിട്ട് എഴുന്നേറ്റ് പോകരുത്. 24 മിനിറ്റ് തീരുന്നത് വരെ നമ്മൾ നമ്മുടെ ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം, ഇനി ഇഷ്ടദൈവത്തിൻ്റെ മന്ത്രം ചൊല്ലുന്നില്ലെങ്കിൽ അഭിജിത്ത് സ്തുതി ആണെങ്കിലും നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയി 24 മിനിറ്റ് ചൊല്ലാവുന്നതാണ്. അപ്പം ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി എപ്പോഴാണ് അഭിജിത്ത് നക്ഷത്രം വരുന്നതെന്നുള്ളത് പറഞ്ഞില്ലല്ലോ. 2026 ജൂലൈ 2 വ്യാഴാഴ്ച രാവിലെ 9:16 ആരംഭിച്ച് 9:40 അഭിജിത്ത് നക്ഷത്രം അവസാനിക്കും.
9:16 to 9:40 രാവിലെ. അപ്പോൾ രാവിലത്തെ സമയം നമുക്കൊക്കെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കാൻ പറ്റുന്നൊരു സമയം കൂടിയിട്ടാണ്. അപ്പോൾ എല്ലാവരും ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ആ 24 മിനിറ്റ് ആരും മിസ് ചെയ്യരുത്. എല്ലാവരെയും മുരുകൻ അനുഗ്രഹിക്കട്ടെ. ഓം ശരവണഭവ.